നമ്മളെ അടുത്ത് തന്നെ ഒരു സ്പോട്ട് ഉണ്ട്. ഷവായൻ്റെ അടിപൊളി ഷവായാണ് കിട്ടുന്നത്. പിന്നെ അവിടെ ഷവർമ്മയുണ്ട്. നമ്മൾ പോവല്ലേ? എന്നാലും എല്ലാവരും ഷവായ കഴിക്കാൻ പോകുന്നോളി. നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ സാൻഡ്വിച്ച് ഈറ്റാക്കാൻ വെച്ചിട്ട് സാൻഡ്വിച്ച് ഞാൻ തന്നെ ഇട്ടാ ചെയ്യുന്നത് കേട്ടോ. സാൻഡ്വിച്ച് പാക്ക് ചെയ്യാം. ബേക്കറി കൂടി കേട്ടോ. അത് ബേക്കറി സാധനങ്ങളെല്ലാം ഉണ്ട്. തലക്കെടുത്ത് വരും ഇവിടെ തന്നെയാണ് അല്ലേ? ഷവർമ്മ റോളാക്കുകയാണ്. നിങ്ങളിവിടെ വരുന്നതാണോ? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഷവർമ്മ അല്ലേ? പ്ലേറ്റിലെ പ്ലേറ്റ് ജ്യൂസൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇടയ്ക്ക് വരാറുണ്ട്. കുഞ്ഞുണ്ണി ടേസ്റ്റ് നോക്കൽ തുടങ്ങി. മക്കളെ ലഡു പൊട്ടി. എന്തെല്ലാം മസാല സ്പെഷ്യൽ? ഇതിന്റെ മസാല തന്നെ നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ്. ഇതിന്റെ കംപ്ലീറ്റ് മസാല നമ്മൾ പൊടിച്ചുണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെ അതൊരൊറ്റ മിക്സാണ്. ഒരു 15 ഐറ്റം ഇൻഗ്രീഡിയൻസ് ചേർന്നുള്ള ഒറ്റ മിക്സാണ്. 15 ഐറ്റം മിക്സിംഗ് ആണ്. ഇത് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഏകദേശം ഒരു 4 കിലോ 5 കിലോനുള്ള മസാല നമുക്ക് ആവശ്യമുണ്ട്. ഷവായക്കും ഷവർമ്മക്കും ഏകദേശം നമ്മൾ ഈ മസാല ഉപയോഗിക്കുന്നത്. രണ്ടൊരു ഈ മസാല ഒറ്റ മിക്സാണ്. 15 ഇൻഗ്രീഡിയൻസ് വരും. സ്പൈസസ് എല്ലാം കൂടെ ഒരു 15 ഇൻഗ്രീഡിയൻസ് വരും. നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കണം. പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം, പിന്നെ കാശ്മീരി ചില്ലി പൊടി മാത്രം. കാശ്മീരി ചില്ലി മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. അത് നമ്മൾ ഷവായക്ക് വേണ്ടി മാത്രം. വേറെ ആരുടെ കളേഴ്സ് ഒന്നുമില്ല. ഷവായൻ്റെ ഇപ്പോൾ റെഡ് കളർ മസാല റെഡ് കളർ ഉള്ളത് കാശ്മീരി ചില്ലി അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൊടിച്ചിട്ടുണ്ട്. മഞ്ഞളടക്കം എല്ലാം നമ്മൾ പൊടിച്ചതാണ്. ഇതേ എത്ര മണിക്കൂർ വേണം സെറ്റാവാൻ? ഒരു 1.5 മണിക്കൂർ കൊണ്ട് സാധനം സെറ്റാവും. റോഷൻ ഇവിടെ എത്ര നിങ്ങള് ഷോപ്പ്? ഈ ഷോപ്പ് ഏകദേശം 14ാമത്തെ വർഷമാണ്. 14 വർഷം ഷോപ്പ് ഉണ്ട് നിങ്ങളെ? നമ്മളിപ്പോൾ ഇത് ഏറ്റെടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷമായി. അപ്പൊ നിങ്ങൾ ഈ മസാലയൊക്കെ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പൊടിക്കുന്നത്? കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത് വീട്ടിൽ തന്നെ അല്ലേ? എങ്ങനെ നമ്മൾ സ്പൈസസ് ഒരു 15ഓളം സ്പൈസസ് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ വാങ്ങിച്ചിട്ട് അത് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ഓരോന്നിനും ഓരോ കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നോട്ടീസ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഒന്ന് നോക്കി നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടൊരു നോട്ടീസ് ഇതെങ്ങനെ ഒരു അവസ്ഥ വെക്കേണ്ട വന്നതാണ്. കാരണം വെച്ചാൽ നമുക്ക് പലപ്പോഴും ഈ ഷവർമ്മ പലപ്പോഴും ഇല്ലനായി വരാറുണ്ട്. അതിന് പ്രധാന കാരണം ഇറച്ചി ശരിയായ മനസ്സിലാക്കുന്നത്. കുറച്ച് സമയം കാത്തു നിന്ന് നല്ല ഭക്ഷണം നിങ്ങളുടെ വയറ് നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സിൽ നിറയ്ക്കുന്നത് ദൈവം സഹകരിക്കും. നല്ലതാണ് ഇങ്ങനത്തെ ഒരു ബോർഡ് ഇട്ടാ. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഷവർമ്മ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ഞാൻ മാത്രമല്ല മൊത്തത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പാർസൽ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമയമില്ലാത്തത്. പെട്ടെന്ന് കൊണ്ടാ ആ ഒരു പ്രശ്നം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഈ പെട്ടെന്ന് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ 4 ആൾ ഒരുമിച്ചൊന്ന് 4 ആൾക്ക് ഒരേ സമയം സാധനം വേണം. നമ്മളിതിൽ ഈ ഷവർമ്മ എന്ന് പറഞ്ഞാൽ പച്ച ഇറച്ചിയാണ്, മീറ്റാണ് നമ്മൾ അതിനെ കയറ്റുന്നത്. ഇത് ചൂടിന് ഒരു റോള് വെന്തായിട്ട് കട്ട് ചെയ്തെടുത്താൽ അടിയത്തത് വെന്തിട്ടുണ്ടാവില്ല, അത് വീണ്ടും വെന്തായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സാധനമാണ്.
അപ്പോൾ ഒരു 4 ആൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് വേവിക്കാതെ കൊടുക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും എന്താവുന്നത്, ഈ കുട്ടികൾ കൊണ്ടുകഴിഞ്ഞാൽ ഛർദി, വയറിളക്കം, വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഷോപ്പുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുവരെ 14 വർഷമായിട്ട് നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ നമ്മളിതിങ്ങനെ തിരക്ക് വരുന്ന സമയത്ത് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇതാ പറയുന്നത്, ഷവർമ വാങ്ങുമ്പോൾ കംപ്ലൈന്റ് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഈ പറയുന്നത്. ഒന്ന് റീപ്ലൈ ചെയ്താണ് സംഭവം നല്ല കൃത്യമായിട്ട് ഇറച്ചി വേവൂല. അതായത് നമ്മളിപ്പോൾ ഈ പച്ച ഇറച്ചിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ സ്ക്രോളം നമ്മൾ കുത്തുന്നത്. അത് നമ്മൾ ഒരു റോള് കറങ്ങി വെന്ത് വന്നു കഴിഞ്ഞാൽ അത് ചെത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അത് വെന്തിട്ട് വേണം ചെത്താൻ. അപ്പോൾ നമ്മൾ ഒരു അറ്റ് എ ടൈം ഒരു 3-4 ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 4 പേർക്ക് ഒരേ സമയം കൊടുക്കാൻ പറ്റില്ല. അത് വേവിച്ചാക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയദൈർഘ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ നിർബന്ധിതരാകും ഉള്ളത് വെട്ടിക്കൂട്ടി കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോഴാണ് വീട്ടിൽ കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് വയറിളക്കം ഛർദിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ പലപ്പോഴും ഷവർമ നമുക്ക് എപ്പോഴും വില്ലനായിട്ട് വരുന്നതിൻ്റെ റീസൺ ഇതാണ്. അത് ആൾക്കാർക്ക് ജനങ്ങൾക്ക് അറിയില്ല. പലരും ഇപ്പോൾ മയോണീസ് കുറ്റം പറയും. മയോണീസ് സംഭവം ശരിയാണ്. മയോണീസ് നമ്മൾ ഒരിക്കലും അത്ര പെർഫെക്റ്റ് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, നല്ലൊരു ഇതാണെന്ന് പറയുന്നില്ല. പക്ഷേ അത് ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനുള്ളിൽ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. അത് ഉണ്ടാക്കുന്ന രീതിയിൽ എഗ്ഗ് വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ മയോണീസിനേക്കാൾ കൂടുതൽ ഒരു പടി മുന്നിൽ വില്ലനായിട്ട് വരുന്നത് ശരിക്കും ഇറച്ചി വേവാത്തതാണ്. അതതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ. ഈ വേവാത്ത ഇറച്ചി ജസ്റ്റ് കളർ മാറിയാണ് കൊടുത്ത് അത് കൊണ്ടുപോയി കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്ത്, ആൾക്കാർ തിരക്ക് കൂട്ടുന്നത് ഫേസ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റർ വെക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായി. അത് നല്ലതാണ്, ജനങ്ങൾക്കുള്ള നല്ലൊരു വാണിംഗ് ആണ് ഇവിടുന്ന് തരുന്നത്. ചോക്ലേറ്റ് ഐസ്ക്രീം വാനിലുണ്ട്, ചോക്ലേറ്റ് സ്ട്രോബെറി, ഷവായ കട്ട് ചെയ്യണത്, റോളിന് 70, പ്ലേറ്റ് 90 വരുന്നത്. പ്ലേറ്റിന് 90, റോളിന് 70. ഇനി ഷവായ വരുന്നത് ഫുള്ള് വരുന്നത് 420. അത് അവർ ഫുള്ള് വരുന്നത് അത് ചിക്കൻ്റെ റേറ്റിനനുസരിച്ച് മാറും കേട്ടോ. ചിക്കൻ വില കൂടുമ്പോൾ അത് മാറും, കുറയുമ്പോൾ കുറയും ചെയ്യും. ഇപ്പം 420 ഇന്നത്തെ റേറ്റ്. പിന്നെ ക്വാർട്ടർ പീസ് വരുന്നത് 110. ക്വാർട്ടർ വരുന്നത് 110. നമ്മുടെ ഒരു സ്പെഷ്യൽ മയോണൈസാണ്, നമ്മുടേതായിട്ടുള്ള ഒരു അതെ, അവരെ ഒരു കുറുക്ക് സംഭവം. ഇത് മസാല, ഇതിൻ്റെ ഒരു മസാല. നമ്മൾ മസാല ഇതൊരു ബീട്രൂട്ട് എല്ലാം കൂടെ ബീട്രൂട്ടിൻ്റെ ചട്ടണിയില്ലേ, പിന്നെ സലാഡ്, ഇത്ര ഐറ്റംസ് ആണ്. ഇതാണ് 420 രൂപയുടെ 400 രൂപയുടെ ക്വാണ്ടിറ്റിയാണിത്. ഇറച്ചി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞെങ്കിലും ഈ ഇറച്ചിന്നാണ് നമുക്ക് ഈ അസുഖങ്ങൾ കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഷവർമയിൽ നിന്ന് ഇങ്ങനെ വേവാത്ത ഇറച്ചിന്നാണെന്ന് അവർ പറഞ്ഞത്. ഇവർ തന്നിട്ടുള്ളതൊക്കെ നല്ല ബന്ധമുണ്ട് കേട്ടോ. അവിടെ ഷവർമേൻ്റെ മീറ്റൊക്കെ അടിപൊളിയായിട്ട് സാധനം വന്നിട്ടുണ്ട്. മയോണീസ്, ഇറച്ചി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞെങ്കിലും ഈ ഇറച്ചിന്നാണ് നമുക്ക് ഈ അസുഖങ്ങൾ കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഷവർമയിൽ നിന്ന് ഇങ്ങനെ വേവാത്ത ഇറച്ചിന്നാണെന്ന് അവർ പറഞ്ഞത്. ഇവർ തന്നിട്ടുള്ളതൊക്കെ നല്ല ബന്ധമുണ്ട് കേട്ടോ. അവിടെ ഷവർമേൻ്റെ മീറ്റൊക്കെ അടിപൊളിയായിട്ട് സാധനം വന്നിട്ടുണ്ട്. അവരെ സ്പെഷ്യൽ ചട്നിയാണത്. എന്താ ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള ചട്നിയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കുക, ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയാണ്. ഈ മസാല തന്നെയാണ് ഈ ഷവർമേൻ്റെ അല്ല ഈ ഷവായൻ്റെ മേലെ ഉണ്ടാവുന്നത്. മയോണീസ് നമ്മളെ വെള്ള മയോണീസിൻ്റെ അത് ആ ടേസ്റ്റ് അല്ല കേട്ടോ. ഇവിടുന്ന് കോഴിമുട്ട പുഴുങ്ങിയിട്ടാണ് അവർ ചെയ്യണമെന്നാണ് പറയുന്നത്. വേറെ എന്തൊക്കെയൊരു മസാല ഇതിൽ ചേർത്തിട്ടുണ്ട്.
കുബൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ബന്ധമുണ്ട് കുബൂസൊക്കെ, നല്ല അടിപൊളിയായിട്ട്. ചില കുബൂസ് നമുക്ക് കിട്ടുമ്പോൾ ഒരു പച്ച കഴിക്കും, ഇതൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഇറച്ചിട്ട് എല്ലാ പീസും നല്ല, എല്ലാ ഭാഗവും തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചായ നല്ല ചായയാണ്, അടിപൊളി ചായ. ഒന്നും പറയാം, അടിപൊളിയാണ്. അടിപൊളി ഭക്ഷണമാണ്. പിന്നെ ഇത് അൽ മുബാറക് ആട്ടോ, അൽ മുബാറക് ബാഗ്സ്. ഇത് മലപ്പുറം ജില്ലയിലെ തിരൂര് വൈരങ്കോട് റോഡാണിത്. കണ്ട, പുല്ലൂർ പറഞ്ഞ സ്ഥലത്താട്ടോ, പുല്ലൂരാണ് ഈ സ്ഥാപനം. വൈരങ്കോട് റോഡിനാണ് വരുന്നത്. അത് നേരിട്ട് വൈരങ്കോട്ടേക്കുള്ള റോഡാണത്. അൽ മുബാറക് ബേക്കറി.